നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആദ്യത്തെ ബാക്കി പേയ്മെന്റ് മാത്രം തന്നാ മതി. ഞാൻ കാര്യം ചെയ്ത് കഴിഞ്ഞ് വെടിപ്പായതിനു ശേഷം സാറിനിക്ക് പൈസ തന്നാ മതി. താനിനി ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ? ആദ്യം ഏൽപ്പിക്കുന്ന ജോലി മര്യാദക്ക് ചെയ്യാൻ പഠിക്കേ. സാറേ, അപ്പോ എന്റെ ബാക്കി പൈസ? തനിക്ക് എന്തിനാടോ ബാക്കി പൈസ തരുന്നേ? ബോംബ് പൊട്ടാതിരുന്നേനോ? അതോ എവിടെയോ കൊണ്ടിട്ട് ബോംബ് പൊട്ടിച്ചേനോ? അയ്യോ സാറേ, അത് എന്റെ തെറ്റല്ലല്ലോ. പിന്നെ എന്റെ തെറ്റാണോ? ശരിക്കും പറഞ്ഞാ തനിക്ക് തന്ന അഡ്വാൻസ് തിരിച്ചു വാങ്ങേണ്ടതാ. അതെന്റെ കയ്യിലില്ല സാർ. നീ ഒന്ന് മാറി നിന്നേ. ഇനി നിന്നോട് സംസാരിച്ചാലേ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും. അയ്യോ, ശരിക്കും കൊല്ലുവോ? ചുമ്മാ പറഞ്ഞായിരിക്കും. ഇങ്ങനെ പറയുക ചെയ്യൂ. അയ്യോ, ഇയാളെന്തൊക്കെ എന്നോട് പറഞ്ഞത്? ആ കൊച്ചിനെ കൊല്ലണമെന്ന് പറഞ്ഞ് ആ പെണ്ണിനെ കൊല്ലരുതെന്നും പറഞ്ഞു, തുറുപ്പിച്ചിട്ടെന്നും പറയുന്നു. ശരിക്കും ഇയാൾക്ക് ഭ്രാന്താണോ അതോ എനിക്ക് ഭ്രാന്തായതാണോ? എന്താണിത്? എന്തിലും ആവട്ടെ, എന്തായാലും പോകാനുള്ള പൈസ പോയി. ഡോക്ടർ, മഹേട്ടിന് ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾ ടെൻഷൻ കൊണ്ട് ചോദിക്കാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഈ ചെറിയ സമയത്തിനുള്ളിൽ എന്ത് മാറ്റം സംഭവിക്കാനാണ്? അതൊന്നും മനസ്സിലാക്കാനുള്ള വിവരം ഇവൾക്കില്ലല്ലോ ഡോക്ടർ. സ്നേഹത്തിന്റെ മുന്നില് വിവരത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല. നമുക്ക് പ്രിയപ്പെട്ടവനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം മാത്രമാണത്. അത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. ഇനി ഓപ്പറേഷൻ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അതുവരെ പ്രാർത്ഥിക്കുക. പിന്നെ ഓപ്പറേഷന് കുറച്ച് ബ്ലഡ് വേണ്ടി വരും. വളരെ റെയറായ AB നെഗറ്റീവ് ആണ് മഹിയുടെ ബ്ലഡ് ഗ്രൂപ്പ്. ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ അത് സ്റ്റോക്ക് ഇല്ല. ഞാൻ പരിചയമുള്ള പല സ്ഥലത്തും വിളിച്ചു നോക്കി. അവിടെയെങ്ങും AB നെഗറ്റീവ് ഗ്രൂപ്പ് ഇപ്പൊ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഓപ്പറേഷൻ മുമ്പ് എങ്ങനെയെങ്കിലും ബ്ലഡ് എത്തിക്കണം. ശരി ഡോക്ടർ. ആരുടെയെങ്കിലും ബ്ലഡ് AB നെഗറ്റീവ് ആണോ? എന്റെ B നെഗറ്റീവാ. എന്റെയും അതാ. എന്റെ A പോസിറ്റീവാ. എന്റെയും അല്ല. മഹിയുടെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു AB പോസിറ്റീവ്. അതേ ഗ്രൂപ്പ് തന്നെ മഹിക്കും കിട്ടിയത്. ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും ഉടനെ കിട്ടാതിരിക്കില്ല. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ ഗംഗേ? അറിയില്ല മാളു, എന്റെയോ എനിക്കറിയില്ല. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊന്നും നോക്കാൻ പറ്റില്ലേ? മഹേട്ടിന് വേണ്ടതാണ് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എങ്കിൽ എന്റെ രക്തം കൊടുക്കാലോ. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? മിണ്ടാതെ അടങ്ങി അവിടെ നിന്നോണം. നിന്റെ രക്തം എന്തായാലും മഹേട്ടിന് വേണ്ട. അല്ലെങ്കിൽ തന്നെ നിന്റെ ഗ്രൂപ്പ് ഒന്നും ഒരിക്കലും മാച്ച് ആവാനും പോകുന്നില്ല. ശ്രേയജി, എന്റെ ഗ്രൂപ്പ് എന്താന്ന് എനിക്ക് അറിയാത്തോണ്ടാ ഞാൻ പറഞ്ഞത്. ഒന്ന് ശ്രമിച്ചു നോക്കുന്നതില് എന്താ തെറ്റ്? അതെ, ഗംഗ പറയുന്ന ശരിയാ. ഒന്ന് നോക്കുന്നോണ്ട് എന്താ കുഴപ്പം? എന്റെ നോക്കിക്കോ. കൊച്ചുകുട്ടികൾക്കൊന്നും ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. തൽക്കാലം നീ ഒന്നും മിണ്ടാതിരിക്കും ആളു. ഇന്ദ്രജിത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ്? അതിന് മറുപടി വരട്ടെ. എന്റെ ശ്രീ മഹേശ്വര, മഹേട്ടിനെ രക്ഷിക്കണേ. മഹേട്ടിന് വേണ്ട ബ്ലഡ് എത്രയും പെട്ടെന്ന് കിട്ടണേ. വേഗം ഓപ്പറേഷൻ നടന്ന് മഹേട്ടൻ സുഖം പ്രാപിക്കണേ. രക്ഷിക്കണേ ശ്രീ മഹേശ്വര. എന്റെ മഹിയേട്ടനെ എനിക്കൊന്ന് തൊടാൻ പോലും ആവുന്നില്ലല്ലോ. മഹിയേട്ട, കണ്ണു തുറക്കും മഹിയേട്ട.
അയ്യോ, മഹേട്ടിന് വയ്യായിക കൂടുതലാണല്ലോ. അകത്താരെയും കാണുന്നുമില്ല. എന്റെ ശ്രീമഹേശ്വര, മഹേട്ടിനെ രക്ഷിക്കണേ. എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ വിളിക്കണം. ഡോക്ടർ, സിസ്റ്റർ, സിസ്റ്റർ, ഡോക്ടർ, ആരെങ്കിലും എങ്ങോട്ടാ ഈ ഓടുന്നേ? അവിടെ മഹേട്ടൻ. അവിടെ മഹേട്ടനോ? മഹേട്ടൻ ഐസിയുവിൽ കിടക്കുമല്ലേ? അതിനിങ്ങനെ ഷോ കാണിച്ച് ഓടുന്ന എന്തിനാ? ആരെ കാണിക്കാനാടി നിന്റെ അഭിനയം? ശ്രേജി, മഹേട്ടിന് തീരെ വയ്യ. പെട്ടെന്ന് ഡോക്ടേഴ്സ് ആരെങ്കിലും വന്നില്ലെങ്കിൽ മഹേട്ടിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കും. നീ ആരാന്നാടി നിന്റെ വിചാരം? ഇവിടുത്തെ ഡോക്ടറിനേക്കാൾ വിവരം നിനക്കാണെന്നുള്ള രീതിയിലാണല്ലോ നിന്റെ സംസാരം. ഒന്നും അറിയാതെയാണോ ഓപ്പറേഷന്റെ സമയം തീരുമാനിച്ച് അവര് മഹേട്ടിനെ അവിടെ കിടത്തിയിരിക്കുന്നത്? അതെ, ഇതിനിടയിൽ അവരെന്ത് പഠിപ്പിക്കാനാ നീ ഇതിൽ വിളിച്ചു കൂവി ഓടുന്നത്? ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ശ്രേജി. സത്യമായിട്ടും മഹേട്ടിന് തീരെ വയ്യ. അവിടെ എങ്ങും ഡോക്ടേഴ്സിനെ കാണുന്നില്ല. അവരെന്തെങ്കിലും ആവശ്യത്തിന് അപ്പുറത്തേക്ക് മാറിയതായിരിക്കും. ഞാൻ അവരൊന്നും അറിയിച്ചോട്ടെ. ശ്രേയ പറഞ്ഞതുപോലെ നിന്റെ നാടകം മതിയാക്ക് ഗംഗെ. നീ പുറത്തേക്ക് പോ. ഞാനിതൊന്ന് ഡോക്ടറിനോട് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. സിസ്റ്റർ, ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് ഐസിയുലേക്ക് ചെല്ലണം. മഹേട്ടിന് തീരെ സുഖമില്ല. ശ്വാസം മുട്ടുന്നത് പോലെ. ഒന്ന് രക്ഷിക്കണം പ്ലീസ്. നിക്കടി അവിടെ. നീ എന്തിനാടി എന്നെ തള്ളിയിട്ടിട്ട് പോയത്? ഞാൻ എന്താ നിന്റെ വേലക്കാരിയാണെന്ന് വിചാരിച്ചോ? നീ ഈ പറയുന്ന മഹേട്ടിന്റെ ഭാര്യ ആവേണ്ടവളാ ഞാൻ. എന്നെ മറികടന്ന് ഒരു സ്വാതന്ത്ര്യവും നീ മഹേട്ടിന്റെ അടുത്ത് എടുക്കണ്ട. ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്. ശരിയാ, ഇനി നീ ഇവിടെ നിൽക്കണ്ട. വെറുതെ ഷോയും കരച്ചിലും ഓട്ടോ ഒക്കെയായി കൈലാസം വീട്ടിലുള്ളവരുടെ വില കളയാൻ വേണ്ടി നീ ഇവിടെ നിൽക്കണ്ട. ഇപ്പൊ ഇറങ്ങിക്കോ. അവരെല്ലാം ക്യാൻറ്റീനിൽ പോയിരിക്കാം. മാള് വന്ന പിന്നെ ഇവളെ ഇറക്കി വിടാൻ സമ്മതിക്കില്ല. ഇറങ്ങടി അങ്ങോട്ട്. ഇറങ്ങിപ്പോടി. എന്നെപ്പോ പറഞ്ഞയക്കല്ല ശ്രേജി. ഞാൻ മഹേട്ടന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് മഹേട്ടിന് സുഖമായിട്ട് പോയിക്കോളാം. വേണ്ട, എന്റെ മഹേട്ടിന്റെ ജീവൻ രക്ഷിക്കാനാ നിന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞത്. പോകാൻ പറഞ്ഞ പൊക്കോണം. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ശ്രേജി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? മഹേട്ടിനെ രക്ഷിക്കാൻ എന്റെ ജീവൻ പോലും കളയാൻ ഞാൻ തയ്യാറാ. എന്നാ പിന്നെ നീ ആദ്യം അത് ചെയ്. നീ നിന്റെ ജീവൻ അങ്ങ് കളഞ്ഞേക്ക്. മഹേട്ടന് അങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. മഹേട്ടിനൊന്നും സംഭവിക്കില്ല ശ്രേജി. ശ്രീമഹേശ്വരൻ കാത്തോളും, അതെനിക്ക് ഉറപ്പാ. നീ ഇനി ഒരിക്കൽ കൂടി എന്റെ മുന്നിൽ നിന്ന് ശ്രീമഹേശ്വരൻ ശ്രീമഹേശ്വരൻ എന്ന് പറഞ്ഞാ നിന്റെ മുഖം പിടിച്ച് ഞാൻ ഭിത്തിയിലരയ്ക്കും. ഒന്ന് ഇറങ്ങി പോടി. അതെ, ഇവളെ ഇനി ഇതിന്റെ അകത്ത് കയറ്റി പോരുത്. കയറ്റിയാ തനിക്ക് ഈ ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.